السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അവൻ്റെ അടുക്കൽ തൃപ്തികരമായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മക്കയുടെ ചരിത്രമാണ്. അത്തരത്തിലുള്ളൊരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടായ കാരണം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ബാധ്യതയാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത് മക്ക എന്ന പുണ്യനാട്ടിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ നാടിനെ പറ്റിയും ആ നാടിൻ്റെ ചരിത്രത്തെപ്പറ്റിയും ഒരു ധാരണ മുസ്ലിമുകൾക്കുണ്ടായിരിക്കൽ വളരെ അനിവാര്യമാണ്. അതിലേറെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാടും ഇസ്ലാമിൽ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു നാടും എന്ന നിലക്ക് അതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമ്മൾ ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കണം. ഇസ്ലാമിൽ മറ്റു നാടിനേക്കാളും ചില സ്ഥാനങ്ങളും മഹത്വങ്ങളും ഹറമുകൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മദീനയെ സംബന്ധിച്ചും അവിടെയുള്ള ചരിത്ര സ്ഥലങ്ങളെ സംബന്ധിച്ചും ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചത്. ഇന്നും ഇൻഷാ അല്ലാഹ് മക്കയുമായി ബന്ധപ്പെട്ട വളരെ ലളിതമായ ചുരുങ്ങിയ ചില വിശദീകരണങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മദീനയുടെ ചരിത്രം പോലെയല്ല മക്കയുടെ ചരിത്രം. മദീനയുടെ ചരിത്രം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറയോടുകൂടി ആരംഭിക്കുന്ന ഒരു ചുരുങ്ങിയ ചരിത്രമാണ്. പക്ഷെ മക്ക അങ്ങനെയല്ല. മക്കയുടെ ചരിത്രം തുടങ്ങുന്നത് ആദം നബിയുടെ സൃഷ്ടിപ്പിന് മുമ്പാണ്. ആദം നബിയുടെ സൃഷ്ടിപ്പിന് മുന്നേ മക്കയുടെ ചരിത്രം നമ്മളൊന്ന് പഠിക്കേണ്ടി വരും. മക്കയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കുക. പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമായി മക്കയ്ക്ക് ഒരുപാട് പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 6 സ്ഥലങ്ങളിൽ 6ഓളം പേരുകളിൽ മക്ക അറിയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഇന്ന് മഷ്ഹൂറായ നമ്മൾ പറയുന്നത് പോലെയുള്ള മക്ക എന്ന പേര് തന്നെയാണ്. സൂറത്തുൽ ഫത്ഹിൻ്റെ 24-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ മുസ്ലിമീങ്ങളുടെയും മുശ്രിക്കുകളുടെയും ഇടയിലുള്ള സംഘട്ടനത്തെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വഐദിയകും അൻഹും ബിബത്നി മക്ക, മക്കയുടെ പ്രദേശത്ത് വെച്ച്. അതാണ് ഒന്നാമതായി മക്ക എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഉപയോഗിച്ചത്, മക്ക. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു തആല മക്കക്ക് നൽകിയ മറ്റൊരു പേര് ബക്ക എന്നാണ്. ബക്ക ബിൽ ബക്ക. സൂറത്തു ആലിംറാന്റെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. ഇന്ന അവ്വല ബൈത്തിൻ, കഅബയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക ഐ ബിമക്ക. സൂറത്ത് ആലിംറാന്റെ 97-ാമത്തെ ആയത്ത്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു തആല മൂന്നാമത് ഉപയോഗിച്ചത് ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ എന്നാണ് മക്കയെ സംബന്ധിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. അതിന് ഒരുപാട് ഉമ്മുൽ ഖുറ എന്ന മക്കൾക്ക് പേര് വെക്കാനുള്ള ചില കാരണങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. 4-5ഓളം കാരണങ്ങൾ സുയൂത്തി റഹ്മഹുല്ല വിശദീകരിക്കുന്നുണ്ട്. കാരണം സാധാരണ ഉമ്മ എന്ന് പറയുന്നത് ഒരാളുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ തുടക്കം ഉമ്മയിലൂടെയല്ലേ, ഉമ്മയാണല്ലോ നമ്മൾ പ്രസവിക്കുന്നത്.
അപ്പോൾ ഉമ്മുർ റിജാൽ, ഒരാളുടെ തുടക്കം ഉമ്മയിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് മക്കയാണ് ലോകത്തിൻ്റെ തുടക്കം. അതുകൊണ്ടാണ് ഇതിന് ഉമ്മുൽ ഖുറ എന്ന് പേര് കിട്ടിയത് എന്നിങ്ങനെ വ്യത്യസ്ത വജ്ഹുകൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഷൂറയുടെ 7-ാമത്തെ ആയത്ത്, സൂറത്ത് ഷൂറ, വകദാലിക ഔഹൈന ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. വകദാലിക ഔഹൈന ഇലൈക ഖുർആനൻ അറബിയ്യ, അപ്രകാരം തന്നെ നിനക്ക് ഞാൻ പരിശുദ്ധ ഖുർആൻ, അറബി ഭാഷയിൽ ഖുർആൻ വഹയായി ഇറക്കിത്തന്നു. എന്തിന്? ലിതുൻദിറ ഉമ്മൽ ഖുറ, മക്കയിലെ നിവാസികളെ ഉത്ബോധനം ചെയ്യാൻ, വമൻ ഹൗലഹ, മക്കൾക്ക് ചുറ്റുമുള്ളവർക്കും, അതായത് ലോകത്തിന് മുഴുവനും. ഉമ്മുൽ ഖുറ. 4-ാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് അൽ ബലദുൽ അമീൻ. മക്കയെ സംബന്ധിച്ചുള്ള പറഞ്ഞ വാക്കാണ് അൽ ബലദുൽ അമീൻ. അതുപോലെ അൽ ബലദ് എന്നും കാണാം. അൽ ബലദ്, അൽ ബലദുൽ അമീൻ രണ്ടും വന്നിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് ഐ ബിമക്ക. അതേപോലെ വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ഐ ബിമക്ക. രണ്ടും വന്നിട്ടുണ്ട്. ബലദ് എന്നും വന്നിട്ടുണ്ട്, അൽ ബലദുൽ അമീൻ എന്നും വന്നിട്ടുണ്ട്. അതേപോലെ അൽ ബൈത്തുൽ അതീഖ് എന്നും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ട് അൽ ബൈത്തുൽ അതീഖ്. സുമ്മല്ലഖുലു തഫസഹും വല്ലൂഫു നുദൂറഹും വല്ലത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. അത് മക്കയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് മുഫസ്സിർ വിശദീകരിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, മക്കൾക്ക് മൊത്തത്തിൽ പറയുന്നൊരു പേരായിട്ട് അൽ മസ്ജിദുൽ ഹറാം. അൽ മസ്ജിദുൽ ഹറാം എന്ന് മക്കൾക്ക് മൊത്തത്തിൽ അള്ളാഹു ഉപയോഗിച്ചതായി മുഫസ്സിർ വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയാ പറയാൻ പറ്റുമോ? അൽ മസ്ജിദുൽ ഹറാം എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മക്കയെ സംബന്ധിച്ച് പറഞ്ഞത് ഇസ്ര, സൂറത്ത് ഇസ്രാന്റെ 1-ാമത്തെ ആയത്തല്ലേ? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മിനൽ മസ്ജിദിൽ ഹറാം അല്ലേ? അള്ളാഹുവിടെ പറഞ്ഞതെന്ന് പറയും, മസ്ജിദുൽ ഹറാമിൽ നിന്നും അള്ളാഹു റസൂലിനെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് ആകാശത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഈ മസ്ജിദുൽ ഹറാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ചില ആൾക്കാർ പറഞ്ഞു അത് മസ്ജിദുൽ ഹറാം, കഅബയും കഅബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. ചില മുഫസ്സിറുകൾ പറഞ്ഞു അവിടെ ഉദ്ദേശിക്കുന്നത് മക്കയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിൻ്റെ അന്ന് ആകാശത്തേക്ക് പോയത് ഉമ്മുഹാനീൻ്റെ വീട്ടിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. ആ ഹദീസ് തിർമിദക്ക് ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷേ ഹദീസ് ഒരുപാട് പണ്ഡിതന്മാരെ ലൈഫാക്കിയിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി തങ്ങൾ ഇസ്രായിന് വേണ്ടി പോയത് ഉമ്മുഹാനിയുടെ വീട്ടിൽ. ഉമ്മുഹാനി എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മുഹാനി ബിൻത് അബ്ദുൽ മുത്തലിബ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്നാണ് ഇസ്രാ മിഅ്റാജിൽ പോയത്. അത് മഅലൂമായ കാര്യമാണ്. പക്ഷെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് അൽ മസ്ജിദുൽ ഹറാം എന്നാണ്, അതായത് മക്കയിൽ നിന്ന് എന്ന് ചില മുഫസ്സിർ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുഹഖിഖുകളെ പണ്ഡിതന്മാരൊക്കെ അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മുഹാനീൻ്റെ വീട്ടിൽ നിന്നാണ് പോയത് എന്ന റിവായത്ത് അത് ലഈഫാണ്, അതുകൊണ്ട് അത് നമുക്ക് തെളിവിന് യോഗ്യമല്ല എന്ന് ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു അഅലം. ഇതാണ് മക്കയുടെ പേരായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ച ചില പേരുകൾ. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മദീനയിൽക്കുള്ള അതേപോലെ ഒരുപാട് ഫദിലുകളും മക്കയുടെ വിഷയത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ഫദിൽ ഏതാ? മക്കയുടെ ഫദിലായി കണക്കാക്കുന്നതിൽ ഏറ്റവും 1-ാമത്തത് കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അല്ലേ? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മസ്ജിദായി തിരഞ്ഞെടുത്ത കഅബ അത് സ്ഥിതി ചെയ്യുന്നത് മക്കത്താണ്. അത് അള്ളാഹു ആ നാടിനാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അത് ആ നാട്ടിൻ്റെ പ്രത്യേകതയാണ്, ഫദിലാണ്. 2-ാമത് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദർ അൽ ഗഫാരി, അദ്ദേഹത്തിൻ്റെ പേരെന്താ? അബൂദർ ഗഫാരിൻ്റെ അബൂദർ അൽ ഗഫാരി, അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദുബ്നു ജുനാദ അല്ലേ? ജുന്ദുബ്നു ജുനാദ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. അതേപ്പോൾ മരണപ്പെടുന്നത് അബൂദർ ഗഫാരി ഹിജറ 35. ഹിജറ 35-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു കൊള്ളക്കാരനായിരുന്നു ആദ്യം.
കൊള്ളക്കാരനായിരുന്നു. ഹിജാസിനെ കിടുകിട വിറപ്പിച്ച കൊള്ളക്കാര കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നുബുവത്ത് കൊണ്ട് വന്നു എന്ന് കേട്ടപ്പോൾ ആദ്യമായി റസൂലിനെ കാണാൻ വരികയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കുകയും ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച 10 ആൾക്കാരിൽ 4ാമത്തെ വ്യക്തിയാണ് അബൂ ദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. അവ്വലു മൻ അഅലമ ബിൽ ഇസ്ലാം, ഇസ്ലാമിനെ ഏറ്റവും ആദ്യം പരസ്യമായി പ്രഖ്യാപിച്ച സഹാബി ഇദ്ദേഹമാണ്, അബൂ ദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. ഹിജ്റ 35 അദ്ദേഹം മരണപ്പെടുന്നത്. റംല് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്. അവസാനം മക്കത്ത് മരണപ്പെട്ടു. മുഅല്ലിം അദ്ദേഹത്തെ മറമാടിയത്. റംലിൻ്റെ പ്രത്യേകത നല്ല കൃഷിയോഗ്യമായ സ്ഥലമാണ്. അതേപോലെ യാത്രക്കാരൊക്കെ, കച്ചവട സംഘങ്ങളൊക്കെ യാത്ര പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം അവിടെ താമസാക്കിയത്. അവിടെ നിന്ന് ഈ കച്ചവട സംഘത്തിനെയും കൃഷിക്കാരെയൊക്കെ കൊള്ളയടിച്ചിട്ട് ജീവിക്കാൻ, അങ്ങനെ ആർഭാടമായി ജീവിച്ച മനുഷ്യനായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ നുബുവത്തായി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. വേറെ ചരിത്രം കൂടി കാണാം അദ്ദേഹത്തെ സംബന്ധിച്ച്. അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹു മുവഹിദായിരുന്നു എന്ന്, അതായത് മില്ലത്ത് ഇബ്രാഹീമിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന മുവഹിദായ മനുഷ്യനായിരുന്നു. അതായത് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷിർക്ക് സംഭവിച്ചിട്ടില്ല. അതേ മുവഹിദായിരുന്നു. മക്കക്കാരുടെ ഈ ജാറ വ്യവസ്ഥയും ഈ ബിംബാരാധനയും അതിനൊക്കെ വെറുത്തുകൊണ്ട് അദ്ദേഹം അതിനൊന്നും പങ്കെടുക്കാതെ മുവഹിദായി ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഉടനടി അദ്ദേഹം വന്ന് ഇസ്ലാം സ്വീകരിച്ചത് എന്നും ചരിത്രത്തിൽ പറയപ്പെടുന്നു. ആ സഹാബി പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി മസ്ജിദിൻ വുദിഅ ഫിൽ അർദ്, ഭൂമി ലോകത്ത് ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ടതായ പള്ളിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചു, ഏറ്റവും ആദ്യത്തെ മസ്ജിദ് ഏതാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ് ഏറ്റവും ആദ്യത്തെ മസ്ജിദ്, അതായത് കഅബ. ഖുൽതു സുമ്മ അയ്യു, ആ സഹാബി ചോദിച്ചു, പിന്നെ ഏതാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, പിന്നെ സൃഷ്ടിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയാണ്. മസ്ജിദുൽ അഖ്സ ഏറ്റവും ആദ്യം നിർമ്മിച്ചതാരാ? സുലൈമാൻ നബി. മസ്ജിദുൽ ഹറാമോ? ആര്? ഇൻഷാ അല്ലാഹ് വരും, പറയാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. ഖുൽതു, അപ്പോൾ ഈ സഹാബി അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, കം ബൈനഹുമ, ഈ 2 പള്ളിയുടെ നിർമ്മാണത്തിനിടയിൽ എത്ര വർഷം എടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല 40 ആമ, 40 വർഷം ഡിഫറൻറ്റിനാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊരുപാട് ഷർഹുണ്ട് കേട്ടോ. ഈ 40 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതുള്ള ഒരുപാട് ഷർഹ് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. നമ്മുടെ മൗലി അതല്ലാത്തത് കൊണ്ട് നമ്മൾ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഇതാണ് അപ്പം ഈ ലോകത്ത് ദുനിയാവിൽ ഏറ്റവും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട മസ്ജിദ്, അത് മസ്ജിദുൽ ഹറാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു. റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിൽ, അതായത് മസ്ജിദുൻ നബവിയിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു നിസ്കാരം മറ്റു പള്ളിയിൽ നിന്നും നിസ്കരിക്കുന്നതിനേക്കാൾ 1000 പതിന്മടങ്ങ് കൂലി കിട്ടുന്ന കാര്യമാണ്. 1000 കൂലി റസൂലുള്ളാഹിയുടെ പള്ളിയിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴിച്ച്. കാരണം അഫ്ളലു മിൻ 100 അൽഫി സ്വലാത്തിൻ, മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിന് 1,00,000 കൂലിയാണ്. 1,00,000 കൂലിയാണ്. ശ്രദ്ധിച്ചോട്ടാ, ഇവിടെ മസ്ജിദുൽ ഹറാം എന്ന് റസൂൽ ഉപയോഗിച്ചല്ലോ. ഈ വാക്കാണ് പണ്ഡിതന്മാർക്ക് തെളിവ്. എന്ത്? മക്കത്ത് വന്ന ഒരാൾ നിസ്കരിച്ചാൽ ആ മസ്ജിദുൽ ഹറാമിൻ്റെ ഇതുണ്ടല്ലോ പള്ളി, അവിടെ വെച്ച് നിസ്കരിച്ചാലും 1,00,000 കൂലിയാണ്. അതല്ല, മക്ക എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് വെച്ച് നിസ്കരിച്ചാലും 1,00,000 കൂലിയാണ് എന്നൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് തെളിവ് ഇതാണ്. എന്ത്? മക്കൾക്ക് എന്ത് പേരുണ്ട്? അൽ മസ്ജിദുൽ ഹറാം എന്ന് പേരുണ്ട്. അപ്പോൾ ഈ മക്ക എന്ന് പരിഗണിക്കുന്ന സ്ഥലം മുഴുവനും അതിൽപ്പെട്ടു. ഈ മക്കയുടെ ഈ അതിർവരമ്പുകൾ ഹദീസിൻ്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. ഏതാണ് മക്കയുടെ ബോർഡർ എന്നുള്ളത്. മക്കയുടെ പ്രത്യേകത എന്താ അറിയോ? മദീന പോലെയല്ല. മദീന എന്ന് പറയുന്നത് നല്ല സമതലമായ പ്രദേശമാണ്. ഈത്തപ്പന കൃഷിക്ക് കൃഷിയോഗ്യമായ ഭൂമിയാണ്. മക്ക അങ്ങനെയല്ല.
മക്കേൻ്റെ പ്രത്യേകത 4 ഭാഗത്തും മലകളാണ്. 4 ഭാഗത്തും മലകളാണ്. കല്ലും മുള്ളും മരുഭൂമിയും മലകളും അടങ്ങിയ പ്രദേശമാണ് മക്ക. അത് അന്നും ഇങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. അവിടെ കൃഷിയോഗ്യമല്ല, അതേപോലെ തന്നെ ഒരു പച്ചില പോലും മുളക്കൂല. അങ്ങനത്തെ ഒരു വരണ്ടുണങ്ങിയ മരുഭൂമി പോലത്തെ സ്ഥലമാണ് മക്ക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഫضل അതാണ്. മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള ഒരു നിസ്കാരം 1,00,000 നിസ്കാരത്തിന് തുല്യമാണ്. മൂന്നാമത്, അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിൻ്റെ 5ാമത്തെ കാര്യമായി സൂചിപ്പിച്ചത് ഏതാ? ഇസ്ലാമിൽ 5ാമത്തെ കാര്യം ഹജ്ജ്. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത സ്ഥലം മക്കയാണ്. മക്ക വിട്ട് പുറത്തു പോകൂല ഹജ്ജിൻ്റെ അമാലുകൾ. ഇഹ്റാമല്ലാത്ത ഹജ്ജിൻ്റെ ഒരു അമലുകളും മക്ക വിട്ട് പുറത്തേക്ക് പോകൂല. ഹജ്ജിൻ്റെ അമലുകൾ ഏതൊക്കെ നാട്ടിലുണ്ടാകുക പറഞ്ഞേ? ഒന്ന് മസ്ജിദുൽ ഹറാം തവാഫ്, പിന്നെ ബൈന സഫ വൽ മർവ സഈ, പിന്നെ യൗമു തർവിയ മിന, പിന്നെ യൗമു അറഫ അന്ന് രാത്രി മുസ്ദലിഫ, പിന്നെ ജംറാത്ത്. ഈ സ്ഥലങ്ങളിലുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന സ്ഥലം ഇതെല്ലാം മക്കത്താണ്. മനസ്സിലാകുന്നുണ്ടോ? അതിൽ കഅബയും സഫാ മർവയും ഹറമിൻ്റെ ഉള്ളിലും, മറ്റുള്ളത് അറഫ മിന മുസ്ദലിഫ ഇത് 3ഉം ഹറമിൻ്റെ പുറത്തുമാണ്. തിരിഞ്ഞ അറഫയുടെ ചില ഭാഗങ്ങൾ ഹറമിൻ്റെ അകത്താണെന്നും റിപ്പോർട്ടുകൾ കാണാം. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സുമ്മ അഫീദു മിൻ ഹൈസു അഫാദൻ നാസ് വസ്തഗ്ഫിറുല്ലാ എന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ആ ആയത്തിറങ്ങാനുള്ള സബബുൻ നുസൂലും അതിൻ്റെ പശ്ചാത്തലവും വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹ് ബിൻ അദി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടും മക്കയായിരുന്നു. അതതിൻ്റെ ഒരു ഫضലാണ്. ആ മക്കയെ ഇഷ്ടപ്പെട്ടതുപോലെ വേറെ സ്ഥലത്ത് റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റസൂല് മക്ക വിട്ട് മദീനത്തേക്ക് ഹിജ്റ പോകുന്ന സമയം, ആ ഹിജ്റ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മക്കയുടെ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ ചെന്ന് നിന്നു. എന്നിട്ട് മക്കയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ്, അള്ളാഹുവാണ് സത്യം, മക്കയാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറായ സ്ഥലം, ഉത്തമമായ സ്ഥലം. വ അഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും മക്കയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു മിൻകി, തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവാണ് എൻ്റെ സമുദായം, എൻ്റെ ഖൗമ് ഈ മക്കയിൽ നിന്നും എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മക്ക വിട്ട് പുറത്തു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ദുനിയാവിൽ വെച്ചും ഏറ്റവും ഖൈറായ സ്ഥലം അത് മക്കയാണ്. അതേപോലെ ഇമാം നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്തിനെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ്, ആ ആയത്തിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ മക്കയിൽ ഒരാൾ ദുൽമ് ഉദ്ദേശിച്ചാൽ മയ്യുരിദ് ബിഹി, ആരെങ്കിലും ദുൽമ് മയ്യുരിദ് ഫീഹി, ആ മക്കയിൽ ഒരാൾ ദുൽമ് അക്രമം ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അള്ളാഹു അവനെ രുചിപ്പിക്കുന്നതാണ്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നാസിർ സഅദി റഹ്മഹുല്ല പറയാണ്, സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരടിമ ഒരു നന്മ ഉദ്ദേശിച്ചാൽ എത്ര കൂലി അവൻക്ക് എഴുതും അള്ളാഹു? മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ, എത്ര എഴുതും? ഒരു കൂലി എഴുതും. ഇനി വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹ, എത്ര കൂലി എഴുതും? 10 ഇലാ 700 ളിഅഫിൻ, അതിങ്ങനെ അധികരിച്ച് ഇരട്ടിയായിട്ട് പോകും. അള്ളാഹിൻ്റെ ഇഷ്ടം പോലെ അടിമയുടെ ഇഖ്ലാസ് അനുസരിച്ച് ദർജ കൂടിക്കൊണ്ടേയിരിക്കും. ഹദീസ് തൊട്ട് താഴെ മൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ, എന്തെഴുതും? ഹസനത്തൻ, ഒരു നന്മ എഴുതും അല്ലേ? അതായത് ഒരാൾ തിന്മ ഉദ്ദേശിച്ചു,
ഒരാൾ വിചാരിച്ചു ഇന്ന് പോയിട്ട് ഒരു മോഷണം നടത്തണം, കക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, പക്ഷേ അയാൾ ചെയ്തില്ല. അയാൾക്ക് എന്ത് കിട്ടും? ഒരു കൂലി കിട്ടും. മനസ്സിലായില്ലേ? ഇനി വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫഅമിലഹ, ഒരാൾ തിന്മ വിചാരിച്ചു എന്നിട്ട് അത് ചെയ്യുകയും ചെയ്തു. കക്കണമെന്ന് വിചാരിച്ചു പോയിട്ട് കട്ടും. എന്തായാലും ശിക്ഷ? ഒരു സയ്യത്ത് എഴുതും. മനസ്സിലായി? ഇതാണ് അള്ളാഹിൻ്റെ അടിമകളോടുള്ള റഹ്മത്ത്. പക്ഷെ മക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞറിയോ? ഒമയ്യുരുദി ഫീഹി, ആ മക്കയിൽ ആരെങ്കിലും ഒരു ദുൽം ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, ഉദ്ദേശിച്ചാൽ മതി, ചെയ്യണ്ട. ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ ഞാൻ അവന് കൊടുക്കുന്നതാണ്. ഇതാണ് ഇമാം നാസിർ സഅദി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. ഈ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത് മുജറദുൻ നിയ്യ, ചെയ്യണം എന്നൊരു തോന്നിവാസം ചെയ്യണം നീയത്തുണ്ടായാൽ മതി, അള്ളാഹു അതിന് നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അള്ളാഹുവിന് കൊടുക്കുന്നതാണ്. അത് മക്കയുടെ ഫദലാണ്. ദുനിയാവിൽ വേറെ ഏടെയും കിട്ടാത്തൊരു ഫദലാണ് അത്. നമുക്കറിയാം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എപ്പോൾ മരണപ്പെടുന്ന? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 68, ഹിജ്റ 68. എത്രാമത്തെ വയസ്സിൽ? 78 അല്ലേ? 78, 71 വയസ്സിൽ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എവിടെ ജനിക്കുന്നത്? എപ്പോൾ ജനിക്കുന്നത്? ഹിജ്റക്ക് 3 വർഷം മുമ്പ് ഷൈബ അബി ത്വാലിബിനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ജനിക്കുന്നത്. ഷൈബ അബി ത്വാലിബിൻ റസൂലുള്ളാഹി തങ്ങൾ ഖുറൈശികളുടെ ഉപരോധത്താൽ ഷൈബ അബി ത്വാലിബ് എന്ന് പറയുന്ന സ്ഥലത്ത് റസൂലും ഹാഷിം കുടുംബവും താമസിക്കുന്ന സമയം, ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഹിജ്റക്ക് 3 വർഷം മുമ്പ്. ഹിജ്റ 62 അദ്ദേഹം മരണപ്പെട്ടു. എവിടെയാണ് മരണപ്പെടുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എവിടെയാണ് മരണപ്പെടുന്നത്? തായിഫിലാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലം ഏതാ? അദ്ദേഹത്തിൻ്റെ സിൽസില ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൻ്റെ സിൽസില വരുന്നത് എവിടെയാ? മക്ക. മക്കയിലാണ്. ഇക്രിമ, മുജാഹിദ് ഇവരൊക്കെ മക്കത്തെ മുഫസ്സിറുകളാണ്. ഇവരൊക്കെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാരാണ്. മക്കത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർസൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി ഇദ്ദേഹം നാടുവിട്ടു. മക്കത്തുനിന്ന് തായിഫിലേക്ക് നാടുവിട്ടു. തായിഫിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെടുന്നത്. തായിഫിൽ പോയാൽ കാണാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ഖബർ എന്ന് പറയപ്പെടുന്ന സ്ഥലം. പണ്ടൊക്കെ ഖബർ കാണായിരുന്നു, ഇപ്പോൾ അത് കാണൂല, ഫുള്ള് കവർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ തായിഫിലേക്ക് അദ്ദേഹം താമസം മാറേണ്ട കാരണം അദ്ദേഹത്തോട് ചോദിച്ചു സഹാബാക്കൾ, നിങ്ങൾ എന്തിനാ നല്ല നാട് വിട്ടിട്ട് തായിഫിലേക്ക് വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ അവസാന സമയത്താണ് അദ്ദേഹം തായിഫിലേക്ക് പോകുന്നത്, മരണത്തിൻ്റെ. അദ്ദേഹം പറഞ്ഞത്, മക്കത്ത് വെച്ച് ഒരു നന്മ ചെയ്താൽ 1,00,000 കൂലിയാണ്, അതേപോലെ തിന്മ ചെയ്താൽ ഡബിൾ കുറ്റം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നാട് വിട്ടത്. പേടിച്ചിട്ട് തിന്മ സംഭവിക്കുമോ എന്ന പേടി കാരണം അദ്ദേഹം തായിഫിലേക്ക് താമസം മാറി. അങ്ങനെ തായിഫിൽ വെച്ച് ഹിജ്റ 68 71 വയസ്സിലാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഇതാണ് മക്കയുടെ ഫളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില ഹദീസുകളും ചില ആയത്തിൻ്റെ തഫ്സീറുകളും. ഇനി മക്കയിലുള്ള ചരിത്ര സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അതൊന്നും സന്ദർശിക്കൽ പ്രത്യേകമായ മശ്റൂ ആക്കപ്പെട്ട കാര്യമല്ല, ഇല്ലൽ ബഅദ്, ചിലതൊഴിച്ച്. അതിലൊന്ന് മസ്ജിദുൽ ഹറാം, നമുക്കൊക്കെ അറിയുന്നതിന് മസ്ജിദുൽ ഹറാം, കഅബ, പിന്നെ ബിഉറു സംസം, സംസം വെള്ളത്തിൻ്റെ കിണർ, അതേപോലെ ഗാർ ഹിറ, ഗാർ സൗർ, ഈ 2 ഗുഹകളും, സൗർ ഗുഹയും ഹിറ ഗുഹയും. അതേപോലെ തന്നെ മഖ്ബറത്തുൽ മുഅല്ല, അതായത് മക്കയിലുള്ള ഖബർസ്ഥാൻ, മഖ്ബറത്തുൽ മുഅല്ല. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഖദീജ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി തങ്ങളുടെ മക്കൾ ഖാസിം, അതേപോലെ അബ്ദുള്ള, ഇവരൊക്കെ ഈ മഖ്ബറത്തുൽ മുഅല്ലയിലാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. അതേപോലെ അറഫ, മിന, മുസ്ദലിഫ, ഇത് 3 മക്കത്ത് കാണുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. പക്ഷേ ഈ 3 പ്രത്യേകത എന്താ അറിയോ? അറഫ, മുസ്ദലിഫ, മിന, ഈ 3 സ്ഥലത്തിൻ്റെയും പ്രത്യേകത വർഷത്തിൽ ദുൽഹിജ്ജ മാസം, ദുൽഹിജ്ജ 8, 9, 10 ഈ 3 ദിവസം മാത്രമേ ഈ സ്ഥലത്തിന് പ്രത്യേകതയുള്ളൂ. അതല്ലാതെ നമ്മൾ ഈ കേസറോഡ് പോലത്തെ ഒരു സ്ഥലമാണ്. കാരണം ഹറമിൻ്റെ പുറത്താണ്, ഹറമിൽപ്പെട്ടതല്ല. 1. 2, യൗമു അറഫ, ദുൽഹിജ്ജ 8 യൗമു തർവിയ, ദുൽഹിജ്ജ 8ൻ്റെ അന്ന് മാത്രമേ മിനക്ക് പ്രസക്തിയുള്ളൂ. അതേപോലെ തന്നെ ദുൽഹിജ്ജ 9 അറഫ ദിവസം
അന്നത്തെ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നതിനുള്ള സമയം, ആ സമയത്ത് മാത്രമേ അറഫക്ക് പ്രത്യേകതയുള്ളൂ. അതല്ലാത്ത ഒരു പ്രത്യേകതയും അവിടെ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? വർഷത്തിലൊരു ദിവസം മാത്രം സൂര്യൻ ഉദിക്കുന്നത് തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അറഫിൻ്റെ പ്രത്യേകത അറിയാലോ. അറഫയിൽ നിന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടും. അറഫ അൽ ഹജ്ജു അറഫ, അറഫയിൽ ഒരു സെക്കൻഡെങ്കിലും നിന്നാലേ ഹജ്ജ് പൂർത്തിയാവും. ഹജ്ജിൻ്റെ അസ്ലതാണ് അൽ ഹജ്ജു അറഫ. അങ്ങനെയുള്ള സ്ഥലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ സ്ഥാനമുള്ളൂ. പിന്നെ അതേപോലെ മുസ്ദലിഫ, ഇതും ആ പറയപ്പെട്ട സമയങ്ങളിൽ മാത്രമേ അതിന് പവിത്രതയുള്ളൂ. അതല്ലാതെ വേറെ സമയത്തൊന്നും അതിന് പ്രത്യേകതയോ പവിത്രതയോ ഒന്നുമില്ല. അതേപോലെ അസ്സഫ വൽ മർവ, 2 മലകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകളിൽ സഫയെ സംബന്ധിച്ചും മർവയെ സംബന്ധിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് മക്കയിൽ നമ്മുടെ അമലുമായി ബന്ധപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ. അതല്ലാത്ത വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് സന്ദർശിക്കാനും കാണാനൊക്കെ പറ്റിയത്. അതിലൊന്നാമത്തത് കഅബ. കഅബയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. കഅബേൻ്റെ ചരിത്രങ്ങൾ പഠിക്കണം. 5 ഘട്ടങ്ങളാണ് കഅബയിൽ കടന്നു പോയിട്ടുള്ളത്. 5 ഘട്ടങ്ങൾ, 5 മർഹലകൾ. കഅബ ആദ്യം ഉണ്ടാക്കിയത് ആരാ? അല്ല, 3 അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർക്ക് അതിൽ. കഅബേൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് 3 അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഇന്നൽ കഅബത വളഅഹ അല്ലാഹു ബിനഫ്സിഹി, അല്ലാഹു തന്നെയാണ് കഅബയെ നിർമ്മിച്ചത് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഅബയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ അല്ലാഹു സൂചിപ്പിച്ചേ? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി. വുളിഅ എന്ന വാക്കാണ് അല്ലാഹു ഉപയോഗിച്ചത്. എന്തുകൊണ്ട് ബുനിയ എന്ന് ഉപയോഗിച്ചില്ല? ഇന്ന അവ്വല ബൈത്തിൻ ബുനിയ ലിന്നാസ് എന്തുകൊണ്ട് പറഞ്ഞില്ല? ബുനിയ എന്ന് പറഞ്ഞാൽ ബനായ ബിനി, ബിന. ബന എന്ന് പറഞ്ഞാൽ ഘട്ടമായിട്ട് പടുത്തുയർത്തുക, അല്ലേ? ഓരോ ലബ്ന, ഓരോ ഇഷ്ടികകൾ വെച്ച് ഉണ്ടാക്കുന്നതിന് ബിന എന്ന് പറയാം പൊതുവെ സാധാരണ അറബി ഭാഷയിൽ. വുളിഅ എന്ന് പറഞ്ഞാൽ വെക്കപ്പെട്ടു, അതായത് ബിനഫ്സിഹി കുൻ ഫയകൂൻ, അള്ളാഹ് ഉണ്ടാകാൻ പറഞ്ഞപ്പോൾ ഉണ്ടായി. ഇതാണൊരു ഇസ്തിഷ്ഹാദ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അള്ളാഹു വുളിഅ ലിന്നാസ് എന്ന് പറഞ്ഞത് മനസ്സിലാകുന്നത് അത് അള്ളാഹു നിർമ്മിച്ചതാണ് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഇന്നൽ കഅബത ബനാഹ അൽ മലായിക, മലക്കുകളാണ് കഅബ നിർമ്മിച്ചത്. എപ്പോ? പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ എനിക്ക് പകരക്കാരായ ചില ആൾക്കാരൊക്കെ സൃഷ്ടിക്കാൻ പോവാണ്, മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോവാണ്. അപ്പോൾ മലക്കുകൾ ചോദിച്ചു, അതജഅലു ഫീഹ മയുഫ്സിദു ഫീഹ വയസ്ഫികു ദിമ, പ്രശ്നങ്ങളും രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് സൃഷ്ടിക്കാൻ പോവാണോ ചോദിച്ചില്ലേ മലക്കുകൾ? ഇല്ലേ? യഥാർത്ഥത്തിൽ ഇത് മലക്കൾക്ക് എന്തുണ്ടാക്കി? പ്രയാസം ഉണ്ടാക്കി. അവർ പേടിച്ചു അള്ളാഹുവിനെ. കാരണം അള്ളാഹു ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കാതെ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഒരു മറുപടി തിരിച്ചുകൊണ്ട് ചോദിച്ചു. അവരെന്താ ചോദിച്ചില്ല, ആരാണ് മനുഷ്യന്മാർ, എന്താണ് മനുഷ്യന്മാർ, അവരെന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കാതെ നിങ്ങളൊരു അള്ളാഹുവിനെ തിരിച്ച് ചോദിക്കുകയാണ് അവർ. നിങ്ങൾ അതജഅലു ഫീഹ മയുഫ്സിദു ഫീഹ വയസ്ഫികു ദിമ, ധൃതി കാണിച്ചു. അള്ളാഹ് പറഞ്ഞപ്പം തന്നെ അവരങ്ങോട്ട് മറുപടി കാണിച്ചു. അവരല്ലാഹനെ പേടിച്ചു. അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. ഇത് കണ്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞു, ബൈത്തുൽ മഅ്മൂർ ഉണ്ടാക്കാൻ പറഞ്ഞു. ബൈത്തുൽ മഅ്മൂർ കേട്ടിട്ടുണ്ടോ? ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂർ ഉണ്ടാക്കാൻ പറഞ്ഞു. ബൈത്തുൽ മഅ്മൂർ ഉണ്ടാക്കി. അങ്ങനെ മലക്കുകൾ എന്ത് ചെയ്തു? അവർ ചെയ്ത തിന്മക്ക് പ്രായച്ചിത്തമായിക്കൊണ്ട് അതിനെ തവാഫ് ചെയ്തു. ബൈത്തുൽ മഅ്മൂറിനെ തവാഫ് ചെയ്തുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും 70,000 മലക്ക ബൈത്തുൽ മഅ്മൂറിലേക്ക് പ്രവേശിക്കും, അത് തവാഫ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസായി ഖിയാമത്ത് നാളെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ബൈത്തുൽ മഅ്മൂർ ഉണ്ടായത്. അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചു. ഫഅസ ആദമു റബ്ബഹു, അല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിൻ്റെ കൽപ്പന ധിക്കരിച്ചു, സ്വർഗ്ഗത്തിന് പുറത്താക്കപ്പെട്ടു, ഭൂമിയിലേക്ക് വന്നു. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, തൗബ ചെയ്യാനുള്ള കലിമത്തുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് പഠിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഭൂമിയിലേക്ക് വന്ന ആദം നബിക്ക് പണ്ട് മലക്കൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഒരു കാരണമാക്കിയത് ബൈത്തുൽ മഅ്മൂറിനെ തവാഫ് ചെയ്യുക എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആദമിനും ആദമിൻ്റെ മക്കൾക്കും പാപങ്ങൾ പൊറുക്കപ്പെടാൻ തവാഫ് ചെയ്യാൻ അള്ളാഹു മലക്കോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ മുഖാബിലു ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ നേരെ താഴെ ഭൂമിയിൽ വെച്ച് നിങ്ങളൊരു കഅബാലയം പണിത് കൊടുക്കണം, ഒരു മസ്ജിദ് പണിയണം, ആദമിനും ആദമിൻ്റെ സന്തതികൾക്കും തവാഫ് ചെയ്യാൻ. അങ്ങനെയാണ് കഅബയുടെ നിർമ്മാണം നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് കഅബയുടെ നിർമ്മാണം നടക്കുന്നത്.